ബേസിക്കലി പിപ്ലർ എന്തിനാണ്? പിപ്ലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫ്ലൈനിലായിട്ട് ഒരു അക്കാഡമി ഉണ്ട്. അക്കാഡമിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 500 സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ 200 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളൊരു റെഫറൽ ക്യാമ്പയിൻ വെക്കുവാണ്. ഈ റെഫറൽ ക്യാമ്പയിൻ പറയുവാണ്, പുതുതായിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിനോട് ആരെങ്കിലും നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് അവർ വന്ന് ഇവിടെ ഞങ്ങൾ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആസ് എ സ്റ്റുഡൻറ്റ് റെഫർ ചെയ്തതിന് 500 രൂപ തരാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ഈ പറയുന്ന റെഫറൽ ക്യാമ്പയിന് വേണ്ടി ഓൺ ബോർഡ് ചെയ്യും. അവർക്ക് എന്ത് ചെയ്യാം? ഈസിയാണ്. ഈ പറയുന്ന ക്യാമ്പയിൻ നമ്മളെ ഡാഷ്ബോർഡിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം എമംഗ് വാട്സാപ്പ് അല്ല. അപ്പം ഈ പറഞ്ഞ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം? സെയിൽസ്മാൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, യു ബിലീവ് ദാറ്റ് ദീസ് സ്റ്റുഡൻസ് കുഡ് ഹെൽപ്പ് യു ഇൻ ഇംപ്രൂവിങ് യുവർ ബ്രാൻഡ്, നിങ്ങൾക്ക് അവരൊക്കെ അപ്രൂവ് ചെയ്യാം, അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കാം പ്രോഗ്രാമിന്റെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ ത്രൂ ആരെങ്കിലൊക്കെ QR കോഡ്സ് ആയിട്ട് നമ്മൾ ഓഫീസിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട് ഓഫീസിലുള്ള ടീം മെമ്പേഴ്സ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇഫ് ദേ ആർ പേയിങ് നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര രൂപ കമ്മീഷൻ എന്നുള്ള രീതിയിൽ പേ ഔട്ട് കൊടുക്കാം. അപ്പം ഈ പറഞ്ഞ സ്റ്റുഡൻസിന്റെ ഇപ്പം AKA സെയിൽസ്മാന്റെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും ഇന്ന സ്റ്റുഡന്റിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ. സോ വാട്ട് ഹാപ്പൻസ്, ഒരു ട്രസ്റ്റ് വരാണ്. പണ്ട് റെഫറൽസ് ഒന്നും ട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് ബ്രാൻഡോ അല്ലെങ്കിൽ കോച്ചിങ് സെന്ററോ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് സെന്ററോ എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ ടൂൾ ഉപയോഗിച്ചിട്ട് അവരുടെ സ്റ്റുഡൻസിന് ഇപ്പോൾ സെയിൽസ് പീപ്പിൾ ആക്കിയിട്ട് പാരന്റ്സിനെ സെയിൽസ് പീപ്പിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഏജൻസിനെ വെച്ചിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വാട്ട് പിപ്ലർ ഈസ് ഫോർ. സോ ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ഏജിംഗ് ഏജ് ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇത് അവരോട് പറയുക. ഫ്രീ ആയിട്ട് ആക്സസ് കിട്ടും, ഒന്നും പേടിക്കണ്ട. അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ മാത്രം ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ ഓൺ ബോർഡ് ചെയ്താൽ മതി.